പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു വ്യക്തിയുടെ അനുഭവം ശ്രദ്ധിച്ചുകൊണ്ട് ശുശ്രൂഷകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എൻ്റെ പേര് തോമസ്. ഞാൻ പത്തനംതിട്ടയിൽ നിന്നും വരുന്നു. 15 വയസ്സ് മുതൽ ഞാൻ പുക വലിക്കുമായിരുന്നു. 2-3 പാക്കറ്റ് സിഗരറ്റും 3-4 പാക്കറ്റ് വീഡിയോ ഒക്കെ വലിക്കുമായിരുന്നു. എനിക്ക് നിർത്താൻ നോക്കിയിട്ട് ഇതുവരെ സാധിച്ചില്ലായിരുന്നു. പതിനഞ്ച് വയസ്സ് മുതൽ തുടങ്ങിയില്ല. ഒരു 20 വർഷമൊക്കെ വലിക്കാൻ തുടങ്ങി. 20 വർഷം വലിച്ചിട്ടുണ്ടാവുമോ? 25 വർഷം. 25 വർഷത്തോളം വലിച്ചു. 2014 അതിനുപോലെ കൺവെൻഷൻ നടക്കുന്നത് ഞാൻ അറിഞ്ഞു. പക്ഷേ എനിക്ക് ലാസ്റ്റ് ദിവസം വരാനേ സാധിച്ചുള്ളായിരുന്നു. എങ്കിലും ഞാൻ ധ്യാനത്തിന് വന്നിരുന്നപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു, എൻ്റെ പുകവലി നിർത്താൻ സാധിച്ചാൽ ഞാൻ സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അവിടെ വന്നിരുന്ന് ഞാൻ ലാസ്റ്റ് ദിവസം വന്നെങ്കിലും അച്ഛനെ കൊണ്ട് തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിക്കണമെന്ന് ഉദ്ദേശിച്ചാണ് വന്നത്. പക്ഷെ അത് നടന്നില്ല. എങ്കിലും ഞാൻ അവിടെ ഇരുന്ന് ഈശോയോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ധ്യാനം കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോയി. സാധാരണ ഞാൻ വീട്ടിലായിരിക്കുമ്പോൾ വഴിയിൽ നിന്ന് കയറി പോകുമ്പോൾ 3-4 സിഗരറ്റ് വാങ്ങിച്ചുകൊണ്ടേ പോകത്തുള്ളൂ. വൈകുന്നേരം പോകുമ്പം വലിക്കാൻ വേണ്ടി ചോറുണ്ടുമ്പോഴും പിന്നെ ചോറുണ്ട് കഴിഞ്ഞൊന്ന് വലിക്കാൻ, പിന്നെ രാവിലെ വലിക്കാൻ, അങ്ങനെ പോകുമായിരുന്നു. വീട്ടിലായിരിക്കുമ്പോൾ കയറി പോകുമ്പം വഴിയിൽ നിന്ന് കയറി പോകുമ്പോൾ 3-4 സിഗരറ്റ് കയ്യിൽ കാണും. ഒരു മിനിമം ഒരു 3-4 സിഗരറ്റെങ്കിലും ശേഖരിച്ചിട്ടാണ് രാത്രിക്ക് പോവുള്ളൂ. ചോറുണ്ട് കഴിഞ്ഞ് വലിക്കാനും, അത് കഴിഞ്ഞ് പിന്നെ രാവിലെ കടുങ്കാപ്പി കുടിച്ച് കഴിഞ്ഞ് വലിക്കാനും. ചോറുണ്ട് കഴിയുമ്പോൾ ഒരെണ്ണം വലിക്കണം, പിന്നെ നേരം വെളുത്ത് എഴുന്നേക്കം ഒരെണ്ണം വലിക്കണം, പിന്നെ ബാത്റൂമിൽ പോകാൻ വേണ്ടി ഒരെണ്ണം വലിക്കണമായിരുന്നു. പിന്നെ കാപ്പി കുടിച്ച് അപ്പോൾ 4 മിനിമം വേണം. അത് രാത്രി ആയിരുന്നാൽ അതാണ് ശേഖരിച്ച് വെക്കണം, ഓക്സിജൻ ശേഖരിച്ച് വെക്കണം. അതിൽ അത് കഴിഞ്ഞ് ധ്യാനം കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോയി. പക്ഷേ അന്ന് വൈകിട്ട് മുതൽ ചില ആശുപത്രിയിൽ ഓക്സിജൻ സിലിണ്ടർ കൊണ്ടുപോകുന്നുണ്ട്. അതേമാതിരിയാണ് ഈ 4 കരുതിയിട്ടാണ് കിടക്കാൻ പോവുള്ളൂ.
പക്ഷേ ഈ ധ്യാനം കഴിഞ്ഞ് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ അപ്പോൾ 2014 കൺവെൻഷന് വന്നു അല്ലേ? അതിന് പോലെ കൺവെൻഷൻ 5 ദിവസം കൺവെൻഷനാണ്. പക്ഷേ ഒരു ദിവസമുള്ളൂ. ചില ആളുകൾ ഒരു ദിവസമാണെങ്കിൽ ഇനി ഒരു ദിവസമായിട്ട് എന്താ പോണത്, 5 ദിവസം കൂടിയാൽ അനുഗ്രഹമുള്ളതെന്ന് വിചാരിച്ചിരിക്കും. ഈ ചേട്ടൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല. ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം ധ്യാനം കഴിഞ്ഞ് ഞാൻ പോയി. പക്ഷേ എനിക്ക് സാധാരണ വലിക്കും അങ്ങനെ വാങ്ങിച്ചോണ്ട് പോകണമെന്നും എനിക്ക് തോന്നിയില്ല. എനിക്ക് അങ്ങനെ ഒരു ചിന്തയേ വന്നില്ല. കൺവെൻഷൻ കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ഈ കാര്യങ്ങൾ മറന്നു. ഈ 4 സിഗരറ്റ് മേടിച്ചോണ്ട് പോകണമെന്നുള്ള കാര്യങ്ങൾ മറന്നു. അന്ന് നേരെ അങ്ങനെ കിടക്കാൻ പോയി. രാവിലെ എണീറ്റ് വഴിയിൽ ഇറങ്ങുമ്പോൾ ഒരു ചായ കുടിച്ചിട്ട് വലിക്കുന്ന പതിവുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ചായ കുടിക്കാൻ പോയി, എന്നിട്ടും എനിക്ക് ഇത് വലിക്കാനും തോന്നിയില്ല. അങ്ങനെ തോന്നൽ എൻ്റെ ഉള്ളിലില്ല. അങ്ങനത്തെ തോന്നൽ വരുന്നില്ല. പതിവുള്ള ആ തോന്നൽ വരുന്നില്ല. ചായ കുടിച്ചിട്ട് വലിക്കണ തോന്നൽ വരുന്നില്ല. എന്നിട്ട് 25 വർഷമായിട്ട് ഈശോ എൻ്റെ ആ പുകവലി മൊത്തം എടുത്ത് അന്നേരം ധ്യാനം കൂടി അന്ന് തന്നെ എടുത്ത് മാറ്റി. 25 വർഷമായ പുകവലിയാണ്. ഇപ്പം ഏതാണ്ട് വയസ്സ് 40 ആയിട്ടുണ്ടാവും അല്ലേ? 44 വയസ്സായി. 44 വയസ്സായി. 15 വയസ്സ് വരെ തുടങ്ങിയ പുകവലിയാണ്. 44 വയസ്സായി. 10-25 വർഷത്തിലധികമായ പുകവലി അങ്ങോട്ട് കർത്താവ് കഴുകിക്കളഞ്ഞ ഒറ്റ ദിവസം കൊണ്ട്. എന്നിട്ട് 2014 2014 അതിരമ്പല കൺവെൻഷൻ 2014 2014 കഴിഞ്ഞു. ഇത് എത്രയായി? 15, 16, 17, 18, 19. ഇനി ഒരിക്കലും വരാൻ പോകണില്ല. കാരണം അത്രയും വർഷം 5 വർഷമായിട്ട് ഞാൻ വലിച്ചിട്ടേ ഇല്ല. ധ്യാനം കഴിഞ്ഞാൽ പിന്നെ ഒന്നും വലിച്ചിട്ടില്ല. അപ്പോൾ നോക്കിയാൽ ഒരു കൺവെൻഷൻ്റെ ലാസ്റ്റ് ദിവസം ഒരു ബ്ലെസ്സിങ് സ്വീകരിച്ചോളൂ അല്ലേ? അന്ന് പിന്നെ അച്ഛനെ നേരിട്ട് കാണണമെന്ന് നോക്കിയിട്ട് ഭയങ്കര തിരക്കാർ കാണാനൊന്നും പറ്റിയില്ല. എൻ്റെ ഈശോയെ എനിക്ക് അതിന് സാധിക്കുന്നില്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞ് വീട്ടിലേക്ക് അങ്ങോട്ട് പോയി. അതിനിടയ്ക്ക് പാലായിൽ വന്നായിരുന്നു അച്ഛാ സാക്ഷ്യം പറയാം. പക്ഷേ ഞാൻ വന്നപ്പോഴത്തേക്ക് സമയം കഴിഞ്ഞു പോയിരുന്നു. ബ്രദർ പറഞ്ഞു ഇന്നാണ് അതിനുള്ള സമയം. ബ്രദർ പറഞ്ഞു അട്ടപ്പാടി വന്ന് ഇതുപോലെ വണ്ടധ്യാനമുണ്ട്, അന്ന് വന്നാൽ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ആണെങ്കിൽ അടുത്ത് വന്ന് പറയാം. പാലായിലാണെങ്കിൽ ഇത്രയൊന്നും അടുത്ത് നിൽക്കാൻ പറ്റില്ല. ഇല്ല, അച്ഛനെ അടുത്ത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ. കർത്താവേ നന്ദി. സന്തോഷമാണോ? സന്തോഷമാണ്. പേരൊന്നും കൂടെ പറഞ്ഞേ. തോമസ്. പ്രൈസ് ദി ലോർഡ്. 25 വർഷമായ തിന്മയാണ് കർത്താവ് ഒറ്റ ദിവസത്തെ ശുശ്രൂഷയിൽ, ആ വെഞ്ചിരിപ്പ് പ്രാർത്ഥന ശുശ്രൂഷയിൽ കർത്താവ് അങ്ങോട്ട് കഴുകിക്കളഞ്ഞു. ഹല്ലേലൂയ. അതൊക്കെ ഓർക്കുമ്പോൾ തന്നെ സങ്കടമാണല്ലേ? പുകവലിച്ച ആ നാളുകൾ. ആ പുകവലിനെ കുറിച്ച് ഓർക്കുമ്പോൾ നല്ല സങ്കടമല്ലേ? കർത്താവേ, അത് നിങ്ങൾക്കാണെങ്കിൽ പുകവലിയല്ല, കള്ളു കുടിച്ചാൽ പോലും ഒരു അനക്കവും ഇല്ല. കരിങ്കല്ല്. ഇവിടെ 6 വർഷം മുമ്പ് പുകവലിച്ചതിനെ ഓർത്ത് ഇപ്പോഴും സങ്കടപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. പത്രോസ് അപ്പോസ്തലനും പൗലോസ് അപ്പോസ്തലനും ഇങ്ങനെയായിരുന്നു. പൗലോസ് അപ്പോസ്തലൻ എപ്പോഴും പറയും, ഞാൻ പാപിയായിരുന്നു, എൻ്റെ കർത്താവിൻ്റെ കുരിശുമരണം വഴി അവിടെ നിന്ന് രക്ഷിച്ചു. പത്രോസ് അപ്പോസ്തലൻ എപ്പോഴും ഓർക്കും, ഞാൻ ഈശോയെ തള്ളി പറഞ്ഞവനാണ്, എന്നാൽ ഈശോ എന്നെ സ്നേഹിച്ചു. അത് ഓർക്കുമ്പം നമ്മുടെ തോമസ് ചേട്ടനും ഈ തോമസ് ചേട്ടൻ പറയും, 25 വർഷം പുകവലിച്ച് ഈശോയെ വേദനിപ്പിച്ചതാണ്. 25 വർഷം പുകവലിച്ച് ഈശോയെ വേദനിപ്പിച്ചതാണ്. ഇപ്പം അത് ഓർക്കുമ്പം സങ്കടമല്ലേ? പഴയ കാര്യങ്ങൾ ഓർക്കുമ്പല്ലേ? പക്ഷെ എന്നാൽ ഈശോ രക്ഷിച്ച്. യേശുവേ. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിന്ന് നമുക്ക് വേണ്ടി ജീവൻ നൽകിയ, നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച നമ്മുടെ രക്ഷിതാവായ യേശുവിനെ നമുക്ക് ആരാധിക്കാം. 2 കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കുക. എത്ര ഉച്ചത്തിൽ സ്തുതിക്കാമോ അത്രയും ഉച്ചത്തിൽ ദൈവമക്കളെ ഹൃദയം ദൈവത്തിലേക്ക് ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. ഗ്ലോറി, 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 ഗ്ലോറി. ആരാധന, 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 ആരാധന. ഓ പിതാവേ, ഇപ്പോൾ ആത്മാവിനെ ചൊരിയണമേ. യേശുവിനെ ഏറ്റുപറയാൻ ആത്മാവിനെ ഇപ്പോൾ വർഷിക്കണമേ. യേശു തന്റെ ജീവൻ കൊടുത്ത് ജീസസ് ക്രൈസ്റ്റ് അവൻ വീണ്ടെടുത്തു. എന്റെ യേശുവേ, തന്റെ രക്തം കൊടുത്ത് എന്നെ അവൻ സ്വന്തമെടുത്തു. യേശു തന്റെ ജീവൻ കൊടുത്ത് എന്നെ അവൻ വീണ്ടെടുത്തു. തന്റെ രക്തം കൊടുത്ത്
അവൻ സ്വന്തമെടുത്തു. പാപത്തിനെന്റെ മേൽ മരണമില്ല, ഒരു തിന്മയും എന്നെ തൊടുകയില്ല. പാപത്തിനെന്റെ മേൽ മരണമില്ല, ഒരു തിന്മയും എന്നെ തൊടുകയില്ല. യേശുവിൻ ക്രൂശിലെ പീഡകളാൽ സാത്താനെ ശാസിക്കുന്നു, എന്നേക്കും വിട്ടുപോകാം. സാത്താനെ ശാസിക്കുന്നു, എന്നേക്കും വിട്ടുപോകാം. എല്ലാ ഹൃദയങ്ങളെയും അങ്ങ് അറിയുന്നല്ലോ കർത്താവേ, കുടുംബങ്ങളെ അങ്ങ് അറിയുന്നല്ലോ കർത്താവേ, ജീവിതങ്ങളെ അങ്ങ് അറിയുന്നുവല്ലോ കർത്താവേ. ഇപ്പോൾ അങ്ങയുടെ കൃപ വർഷിക്കണമേ. ഞങ്ങൾ പൂർണ്ണമായി അങ്ങിൽ ആശ്രയിക്കുന്നു. അങ്ങയുടെ കുരിശുമരണ വഴിയുള്ള സൗജന്യ രക്ഷ, വീണ്ടെടുപ്പ്, പരിത്രാണം ഞങ്ങൾക്ക് വേണം ഈശോയേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു തന്റെ കുരിശുമരത്തിൽ ഭാരങ്ങളെ എടുത്തു. കരങ്ങളടിച്ച് യേശു തന്റെ മരണത്തിനാ പാപത്തിൻ നുകം തകർത്തു. യേശു തന്റെ കുരിശുമരത്തിൽ എന്റെ ഭാരങ്ങളെ എടുത്തു. യേശു തന്റെ മരണത്തിനാ പാപത്തിൻ നുകം തകർത്തു. പാപത്തിനെന്റെ മേൽ ഭരണമില്ല, ഒരു തകർച്ചയും എന്റെ മേൽ ഏൽക്കുകയില്ല. പാപത്തിനെന്റെ മേൽ ഭരണമില്ല, ഒരു തകർച്ചയും എന്നെ ഏൽക്കുകയില്ല. യേശുവിൻ ക്രൂശിലെ പീഡകളാൽ തകർച്ചയെ ശാസിക്കുന്നു, എന്നേക്കും വിട്ടുപോകാം. തകർച്ചയെ ശാസിക്കുന്നു, സാത്താനെ ശാസിക്കുന്നു, എന്നേക്കും വിട്ടുപോകാം. വംശങ്ങളും ജനതകളും ദേശാന്തരങ്ങളും വിടുതൽ പ്രാപിക്കട്ടെ. എന്നേക്കും വിട്ടുപോകാം. രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാവരും ദയവ് ചെയ്തിരിക്കുക. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആമേൻ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം തകർച്ച വരുന്ന ഒരു വഴിയെക്കുറിച്ചാണ്. തകർച്ച ഇങ്ങനെയും വരാം. തകർച്ച ഇങ്ങനെയും വരാം. ഒരുപാട് വ്യക്തികളുടെ ജീവിതങ്ങളെ അച്ഛൻ ചിന്തിക്കുമ്പോൾ ഒരു പ്രത്യേകിച്ച് വലിയ പാപമൊന്നും ഇല്ലെങ്കിലും അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റാതെ അടിക്കടി ഓരോ തടസ്സങ്ങൾ അവരെ വലയം ചെയ്യുകയും അവർ കടന്ന് വല്ലാതെ കഷ്ടപ്പെടുകയും ചെയ്യുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പറയാം. അച്ഛൻ ഈ അടുത്ത കാലത്ത് ഒരു സംസ്ഥാനത്ത്, ഇന്ത്യയിലുള്ളൊരു സംസ്ഥാനത്ത്, കേരളത്തിന് പുറത്തൊരു സംസ്ഥാനത്ത് ശുശ്രൂഷയ്ക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അവിടെ ശരിക്കും കത്തി ജ്വലിക്കുന്നൊരു വിളക്ക്, അതുപോലെ തീഷ്ണതയോടെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു വളരെ ശക്തനായ ശുശ്രൂഷകനെ കണ്ടുമുട്ടി. അദ്ദേഹത്തെ കഴിഞ്ഞ 10 വർഷത്തിലധികമായി എനിക്ക് നേരിട്ട് പരിചയമുള്ളതാണ്. ഒന്നുമില്ലാതിരുന്ന സ്ഥലത്ത് അദ്ദേഹം പോയി ഒരുപാട് രാപകൽ അധ്വാനിച്ച് ജീവിതം ബലിയായി അർപ്പിച്ച് അദ്ദേഹം കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്തു. അങ്ങനെ അനേകം ആത്മാക്കളെ ഉണർത്തി.
അനേകം ശുശ്രൂഷകൾ അദ്ദേഹം വേരുപിടിപ്പിച്ചെടുത്തു. അങ്ങനെ ശക്തമായി കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ ശുശ്രൂഷകനായി മുന്നോട്ട് പോവുകയാണ്. ഇതെനിക്ക് 10 വർഷമായിട്ട് അറിയാവുന്നൊരു കാര്യമാണ്. നേരിട്ട് എല്ലാ ഡീറ്റെയിൽസും എനിക്ക് അറിയാവുന്നൊരു കാര്യമാണ്. അങ്ങനെ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. ലീഡേഴ്സിൻ്റെ, വളരെ പ്രധാനപ്പെട്ട ലീഡേഴ്സിൻ്റെ ഒരു അന്തർ സംസ്ഥാന മീറ്റിംഗ് നടക്കുകയാണ്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ലീഡേഴ്സിൻ്റെ മീറ്റിങ്ങിൽ വെച്ചിട്ട് ഞാൻ ഈ ലീഡറെക്കുറിച്ച് വളരെ സ്പഷ്ടമായി എനിക്കറിയാവുന്ന കാര്യങ്ങൾ വ്യക്തമായി ഞാൻ പറഞ്ഞു. ഈ ലീഡർ ഇങ്ങനെയായിരുന്നു, അതായത് പാറപ്പുറത്ത് കിളച്ച് മണ്ണുണ്ടാക്കി അവിടെ കൃഷി പിടിപ്പിക്കുന്നത് പോലെ കഷ്ടപ്പെട്ട് ഓരോ പ്രദേശത്തും പോയി ശുശ്രൂഷകളെ രൂപപ്പെടുത്തിയ അതികഠിനമായി അധ്വാനിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അങ്ങനെ വിശദീകരിച്ച് പറഞ്ഞു. ശുശ്രൂഷയ്ക്ക് വേണ്ടി എടുത്ത കഷ്ടത, ക്ലേശം, സഹനം ഇതെല്ലാം വിശദീകരിച്ച് എല്ലാ ലീഡർമാർക്കും ഒരു മാതൃകയാകുമെന്ന് വിചാരിച്ച് ഞാനതെല്ലാം വിശദീകരിച്ച് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ശുശ്രൂഷകനും അവിടെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം കുറച്ച് മീറ്റിങ്ങുകളുടെ ചർച്ചകളൊക്കെ നടന്നു. ചർച്ചകൾ നടന്നതിന് ശേഷം ഞാൻ ആ ശുശ്രൂഷകനോട് ഒരു 5 മിനിറ്റ് പൊതുവായിട്ട് ഈ ലീഡേഴ്സിനോട് സംസാരിക്കാൻ പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ ആ ലീഡർ കടന്ന് തപ്പിത്തടയാണ്. അദ്ദേഹത്തിന് ശരിക്കും കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിന് മനഃപ്പാടമായി അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇസഡ് കാര്യങ്ങൾ മുഴുവനും ബൈഹാർട്ട് അറിയാം. അത് കംപ്ലീറ്റ് ചെയ്ത് രൂപപ്പെടുത്തിയ ആ മനുഷ്യന് ഒരു 5 മിനിറ്റ് ശരിക്കും കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റാതെ തപ്പിത്തടഞ്ഞ് ഉരുണ്ട് പെരണ്ട് മറിയുന്ന ഒരു കാഴ്ചയാണ് ഞാൻ അവിടെ കണ്ടത്. ഞാനൊന്നും വേണ്ടിയില്ല, ഞാൻ ശാന്തമായിരുന്നു. അതിനുശേഷം രാത്രി കഴിഞ്ഞു, നേരം വെളുത്ത് ഞാൻ കുർബാനയെല്ലാം കഴിഞ്ഞിരിക്കുമ്പോൾ ഈ ശുശ്രൂഷ എൻ്റെ അടുത്ത് വന്നു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ അച്ഛാ, ഞാൻ ഇന്നലെ രാത്രി മുഴുവൻ ഇരുന്ന് കരയുകയായിരുന്നു. ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം? ഞാൻ എന്തെങ്കിലും പറഞ്ഞോ? ദേഷ്യപ്പെട്ടോ? എന്തെങ്കിലും വഴക്ക് പറഞ്ഞോ? അച്ഛൻ വഴക്ക് പറഞ്ഞില്ല അച്ഛാ. അച്ഛൻ വഴക്ക് പറഞ്ഞില്ല, അച്ഛൻ ദേഷ്യപ്പെട്ടില്ല, ഒന്നും ചെയ്തില്ല. പക്ഷേ ഞാൻ ഇന്നലെ എൻ്റെ കർത്താവിനോടൊരു കാര്യം ചോദിച്ചു. കർത്താവേ, ഇത് കംപ്ലീറ്റ് എല്ലാം ഞാൻ ഏറ്റവും സെറ്റ് കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാനാണ് എൻ്റെ മാസ്റ്റർ, ഇതൊക്കെ അറിയാവുന്ന എനിക്ക് എന്തുകൊണ്ടൊരു 5 മിനിറ്റ് അതിനെക്കുറിച്ച് നന്നായിട്ടൊന്ന് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ കർത്താവ് എന്നെ ഒരു കാര്യം കാണിച്ചു തന്നു. അതായത് ഈ മീറ്റിങ്ങിൽ വെച്ചിട്ട് ഇദ്ദേഹത്തെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇദ്ദേഹം അറിയാതെ, ഞാനിതെല്ലാം ചെയ്തല്ലോ, ആഹാ കൊള്ളാമല്ലോ, ഞാൻ ഇത്രയൊക്കെ ചെയ്തല്ലോ, ശരിക്കും ഞാൻ കഷ്ടപ്പെട്ടതാണല്ലോ, ശരിക്കും ഞാനില്ലായിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാകില്ലായിരുന്നു എന്നൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ആത്മസംതൃപ്തി, ഒരു വലിയ തരത്തിലുള്ള ഒരു സന്തോഷം, അദ്ദേഹം ആ സന്തോഷം അങ്ങനെ ഏറ്റെടുക്കുകയാണ്. അദ്ദേഹം അവിടെ ഇരുന്ന് കുറച്ച് നേരം ആസ്വദിച്ചു, അതൊക്കെ എൻജോയ് ചെയ്തു, പറയുന്ന നല്ല കാര്യങ്ങളൊക്കെ സ്വീകരിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇതിൻ്റെ ക്രെഡിറ്റ്, ഇദ്ദേഹത്തിൻ്റെ മഹത്വം അദ്ദേഹം മനസ്സുകൊണ്ട് സ്വീകരിച്ചു, അതിൽ സന്തോഷിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെ പോയിരുന്നിട്ട് രാത്രിക്ക് പോയിരുന്നിട്ട് പതിവുള്ള പ്രാർത്ഥനകളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പ്രാർത്ഥനകളൊക്കെ വരണ്ട് കിടക്കുകയാണ്. ഒന്നും ചെയ്യാൻ ഒരു അനുഭവമില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. കർത്താവിൻ്റെ സാമീപ്യം അനുഭവപ്പെടുന്നില്ല. മറ്റേത് ഈ ശുശ്രൂഷകൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം പ്രകടമായി അനുഭവപ്പെട്ടുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്നില്ല. വചനം വായിച്ചിട്ട് ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നില്ല, ടച്ച് ചെയ്യുന്നില്ല. നീർത്തോട് തേടുന്ന മാൻപേടയെ പോലെ അദ്ദേഹം വ്യസനിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് സങ്കടമായി, അദ്ദേഹം വ്യസനിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ഹൃദയം വ്യത കൊണ്ട് പൂണ്ടു. അദ്ദേഹം രാത്രി ഉറങ്ങിയില്ല, ഭക്ഷണം കഴിച്ചില്ല. അദ്ദേഹം കർത്താവിനെ വിളിച്ചപേക്ഷിച്ചുകൊണ്ടിരുന്നു, എന്താണ് കർത്താവെ ഞാൻ ചെയ്തത്? എവിടെയാണ് തെറ്റുപറ്റിയത്? എവിടെയാണ് ഞാൻ തിരുത്തേണ്ടത്? അദ്ദേഹം കർത്താവിന് മുന്നിൽ മുട്ടുമടക്കി. അദ്ദേഹം രാത്രി എളിമപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ സമാപനത്തിൽ ഒരുപാട് യാമങ്ങൾ കഴിഞ്ഞപ്പോൾ കർത്താവ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കടന്നു വന്നു. കർത്താവ് അദ്ദേഹത്തിന് വെളിപ്പെടുത്തി കൊടുത്തു, നീ ഇതെല്ലാം എൻജോയ് ചെയ്ത്, ഇതെല്ലാം ഏറ്റെടുത്ത് നീ ഇങ്ങനെ പരസ്പരം മഹത്വം അന്വേഷിക്കുകയും ഏക ദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം അന്വേഷിക്കാതെ നീ അവിടെ ഇരുന്ന് അന്ധനായി പോയ ആ മിനിറ്റുകളെക്കുറിച്ച് കർത്താവ് ബോധ്യം കൊടുത്തു. അദ്ദേഹം അതിനെക്കുറിച്ച് അനുദപിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹത്തിന് ഇരട്ടിയായി കൃപകൾ കിട്ടി. അദ്ദേഹം ആനന്ദിക്കാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു 5 മിനിറ്റ് മണിക്കൂറുകൾ പറയുന്ന ആളാണ്, ഒന്നുമില്ലാത്ത സ്ഥലത്ത് അദ്ദേഹമാണ് പ്രകൃതി ചെയ്ത്, അദ്ദേഹമാണ് ശുശ്രൂഷ ചെയ്ത്, അദ്ദേഹമാണ് ലീഡർമാരെ സംഘടിപ്പിച്ച് ലീഡർമാർക്ക് ധ്യാനം കൊടുത്ത് നടത്തുന്ന ആൾ. പക്ഷെ അദ്ദേഹത്തിന് 5 മിനിറ്റ് പറയാൻ പറ്റുന്നില്ല. ആ അവസ്ഥയെല്ലാം കർത്താവ് കൃപ ചെയ്ത് ബോധ്യപ്പെടുത്തി കൊടുത്തു. ഈ പൈതൽ കൊല്ലാൻ പോയില്ല, മോഷ്ടിക്കാൻ പോയില്ല, വ്യഭിചരിക്കാൻ പോയില്ല, കട്ടെടുക്കാൻ പോയില്ല, ഒരു കാര്യത്തിനും പോയില്ല, കൽപ്പനകളൊന്നും ലംഘിച്ചില്ല. എവിടെയാണ് ഇദ്ദേഹത്തിന് തകർച്ച പറ്റിയത്? ഇദ്ദേഹത്തിന് തകർച്ച പറ്റിയ കാര്യമാണ്, ഇദ്ദേഹം ആഹാ കൊള്ളാമല്ലോ, ഞാൻ നിസ്സാരക്കാരനല്ലല്ലോ,
ഞാനൊരു കേമൻ തന്നെയാണല്ലോ, എന്നിലൂടെ ഇതൊക്കെ സംഭവിച്ചല്ലോ, ഞാനൊരു വലിയ പാർട്ടിയാണല്ലോ. ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ പതുക്കെ 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 ഈ ക്രെഡിറ്റ് എല്ലാം അബ്സോർവ് ചെയ്യാൻ തുടങ്ങി. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം തന്നെ തന്നെ എടുക്കാൻ തുടങ്ങി. അത് അദ്ദേഹത്തിൻ്റെ ആത്മീയ ജീവിതത്തിലെ തകർച്ചയ്ക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത ഒരു അട്ടർ വേസ്റ്റ് പോലെയായി മാറി. അതിനുശേഷം പ്രിയപ്പെട്ട സഹോദരൻ, ഈ സഹോദരി അനുഭവങ്ങൾ പറഞ്ഞതിന് ശേഷം അന്ന് തന്നെ നേരത്തെ കർത്താവ് പഠിപ്പിച്ചിട്ടുള്ള ചില വചനങ്ങളെല്ലാം മനസ്സിലേക്ക് ഓർമ്മ വന്നു. അതിലൊരു ഭാഗമാണ് എസെക്കിയേലിൻ്റെ പുസ്തകം 29-ാം അധ്യായം 3-4 തിരുലിഖിതങ്ങൾ. ദൈവം ഈജിപ്ത് രാജാവായ ഫറവോയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വേദന, ദൈവത്തിൻ്റെ അസ്വസ്ഥത പങ്കുവെക്കുന്ന ഒരു വചനഭാഗമാണ്. പ്രവാചകനോട് പറഞ്ഞു, പ്രവാചക പോയി ഈജിപ്ത് രാജാവായ ഫറവോയോട് നീ ഈ കാര്യം പറയുക. എന്താ പറയേണ്ടത്? 3-4 വാക്യങ്ങൾ. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഈജിപ്ത് രാജാവായ ഫറവോ, നൈൽ എൻ്റേതാണ്, ഞാനാണ് അത് നിർമ്മിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് നദികളുടെ മധ്യേ ശയിക്കുന്ന മഹാസർപ്പമേ, ഞാൻ നിനക്ക് എതിരാണ്. നിന്റെ കടവായിൽ ഞാൻ ചൂണ്ട കോർക്കും, നിന്റെ നദികളിലെ മത്സ്യങ്ങളെയെല്ലാം നിന്റെ ശൽക്കങ്ങളിൽ ഞാൻ ഒട്ടിക്കും. എന്നിട്ട് അവയോടുകൂടെ നിന്നെ ഞാൻ വെള്ളത്തിൽ നിന്ന് വലിച്ചു പുറത്തിടും. ഈ ശുശ്രൂഷ എന്നോട് പറഞ്ഞത് ഞാൻ ഓർത്തു. കൃപയുടെ നല്ല, അതായത് ഒരു വെള്ളത്തിൽ ഒരു മത്സ്യം ആനന്ദിക്കുന്നത് പോലെ, ഒരു വെള്ളത്തിൽ തുള്ളിപ്പാച്ച് നടക്കുന്ന മത്സ്യത്തെ പോലെ ദൈവകൃപയിൽ ആനന്ദിച്ച് ശുശ്രൂഷയിൽ പ്രാർത്ഥനയിൽ പോയിക്കൊണ്ടിരുന്ന ഈ ശുശ്രൂഷകനെ പെട്ടെന്ന് കൃപയ്ക്ക് പുറത്തേക്ക് എടുത്തിട്ട് പോലെ ഒരു അനുഭവം. കരയ്ക്ക് വീണ മത്സ്യത്തെ പോലെ അദ്ദേഹം പെടയാൻ തുടങ്ങി. ആത്മീയ അനുഭവം നഷ്ടപ്പെട്ടു. കർത്താവിൻ്റെ തേജസ് അകന്നുപോയി, കർത്താവിൻ്റെ മഹത്വം വിട്ടകന്നു പോകുന്ന പോലെ അദ്ദേഹത്തിന് അനുഭവപ്പെടാൻ തുടങ്ങി. അദ്ദേഹം പറയുകയാണ്, ഞാൻ വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്തപ്പെട്ട മീനെ പോലെയായിരുന്നു എൻ്റെ അച്ഛ. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും എസെക്കിയേലിന്റെ പുസ്തകത്തിൽ 29-ാം അധ്യായം 9-10 വാക്യങ്ങൾ. എസെക്കിയേലിന്റെ പുസ്തകം 29-ാം അധ്യായം 9-10 വാക്യങ്ങൾ. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ അവർ അറിയും. നൈൽ എൻ്റേതാണ്, ഞാനാണ് അത് ഉണ്ടാക്കിയത് എന്ന് നീ പറഞ്ഞു. അതിനാൽ ഞാൻ നിനക്കും നിന്റെ നദികൾക്കും എതിരാണ്. മിഗ്ദോൽ മുതൽ സെവനഗോപുരം വരെ എത്യോപ്യയുടെ അതിർത്തിയോളം ഈജിപ്തിനെ ഞാൻ വിജനവും ശൂന്യവുമാക്കും. ഇംഗ്ലീഷ് ബൈബിളിൽ അത് നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ബുക്ക് ഓഫ് എസെക്കിയേൽ ചാപ്റ്റർ 29 വേഴ്സസ് 9 and 10. The land of Egypt shall be a desolation and a waste. Then they shall know that I am the Lord, because you said, the Nile is mine and I made it. Therefore I am against you and against your channels, and I will make the land of Egypt an utter waste and desolation. And I will make the land of Egypt an utter waste and desolation. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്നൊരു പക്ഷേ വളരെ സമ്പന്നനും ഉന്നത സ്ഥിതിയിലിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഒരുപക്ഷെ നീ ഇന്നൊരു കൃഷിയിടത്തെക്കുറിച്ചായിരിക്കും അഭിമാനം കൊള്ളുന്നത്. എൻ്റെ കൃഷിഭൂമി, ഞാനിത് അധ്വാനിച്ചു, ഞാനുണ്ടാക്കി, നോക്കൂ ഇതാണ് എൻ്റെ അധ്വാനത്തിൻ്റെ ഫലം. ഞാൻ രാത്രി പകലാക്കി, ചോര നീരാക്കി, കഷ്ടപ്പെട്ട് പടുത്തുയർത്തി എൻ്റെ സാമ്രാജ്യം. അങ്ങനെ സ്വന്തം കൃഷിഭൂമിയെക്കുറിച്ച് അഭിമാനിക്കുക, സ്വന്തം ബിൽഡിങ്ങുകളെ കുറിച്ച് അഭിമാനിക്കുക, സ്വന്തം ബിസിനസ്സെ കുറിച്ച് അഭിമാനിക്കുക, സ്വന്തം കാര്യങ്ങളെക്കുറിച്ച് അഭിമാനിച്ച് അങ്ങനെ ഒരു ദന്തഗോപുരത്തിൻ്റെ മുകളിലാണ് ഇരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ സ്വന്തം കഴിവുകളെക്കുറിച്ച് അഭിമാനിച്ച് ഒരു ദന്തഗോപുരത്തിൻ്റെ മുകളിലാണ് ഇരിക്കുന്നതെങ്കിൽ, അത് ദൈവകൃപയിൽ നിന്ന് പുറത്തു പോകാൻ, ദൈവകൃപയിൽ നിന്ന് നിലം പതിക്കാൻ, കൂപ്പുകുത്താൻ കാരണമാകുന്ന വലിയൊരു തകർച്ചയാണെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. കർത്താവിനെ നമുക്ക് എതിരാക്കുന്ന വലിയൊരു മനോഭാവമാണത് മക്കളെ. ഹബക്കൂക്കിൻ്റെ പുസ്തകം 1-ാം അധ്യായം 11-ാം തിരുലിഖിതം. സ്വന്തം ശക്തിയെ ദൈവമായി കരുതിയിരുന്നവർ പരിഭ്രാന്തരാകും. സ്വന്തം ശക്തിയെ ദൈവമായി കരുതിയിരുന്നവർ പരിഭ്രാന്തരാകുന്നു, പാനിക്കാവും. എന്ത് ചെയ്യണമെന്ന് അറിയില്ല, എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല, ആരെ വിളിക്കണമെന്ന് അറിയില്ല, ആരുമില്ലാതെ നിസ്സഹായ അവസ്ഥയിൽ പാനിക്കായി ഭയങ്കര മരണഭയത്തോടെ വെപ്രാളപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥിതിഗതി സംജാതമാകും. പ്രിയപ്പെട്ട ദൈവമക്കളെ, സ്വന്തം ശക്തിയെയാണോ നീ ഇന്ന് ദൈവമായി കരുതുന്നത്? സ്വന്തം ശക്തിയിലാണോ നീ ഇന്ന് അഹങ്കരിച്ച് നിൽക്കുന്നത്? സ്വന്തം ശക്തിയെക്കുറിച്ച് ബോസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണോ നീ? സ്വന്തം ശക്തിയിലാണോ നിൻ്റെ അഭിമാനം? അത് ദൈവവചനത്തിനെതിരായ ഒരു ജീവിത രീതിയാണ്, ദൈവവചനത്തിനെതിരായ ഒരു ചിന്താഗതിയാണത്. അതിനെ ഞാൻ
ഞാനും നിങ്ങൾ കീഴ്പ്പെടുത്തണം. അതിനെ ഞാനും നിങ്ങൾ കീഴ്പ്പെടുത്തണം. നമ്മുടെ സ്വന്തം കഴിവ്, സ്വന്തം ശക്തി, സ്വന്തം ബുദ്ധി, സ്വന്തം പ്രാഗൽഭ്യം, സ്വന്തം മിടുക്ക് ഇതല്ല. ഇത് ദൈവം തന്നതാണ്. ഇത് ദൈവം തന്നതാണ്. ഇതല്ല സർവ്വപ്രധാനം. ഇതിലും വലുതാണ് ദൈവം. ഞാനും നിങ്ങളും ഒരു പക്വതയുടെ തിരിച്ചറിവിലേക്ക് വരണം. കൊരിന്ത്യർ എഴുതിയ 1-ാം ലേഖനത്തിൽ 1-ാം അധ്യായം 31-ാമത്തെ തിരുലിഖിതം അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അതുകൊണ്ട് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. കർത്താവിൻ്റെ കൃപയാണ് നടത്തിയത്. സ്ലീഹന്മാരെല്ലാം പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. ഇതാ കർത്താവിൻ്റെ കൃപ, ഇത് കർത്താവിൻ്റെ കൃപ. ഇപ്പം ചിലപ്പോൾ നമ്മൾ പറയും, ഇത് എൻ്റെ മക്കൾ, ഞാൻ പഠിപ്പിച്ചു, ഞാൻ വലുതാക്കി, ഞാൻ അവരെ ഒരു നിലയിൽ എത്തിച്ചു. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഞാനും നിങ്ങളും വലിയ തകർച്ചയുടെ ഒരു പാതയിലൂടെയാണ് നടക്കുന്നത്. നമ്മൾ വലിയ കൊലപാതകത്തിനും വലിയ മോഷണത്തിനും വലിയ തരത്തിലുള്ള പ്രമാണ ലംഘനങ്ങളുമാണ് നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കുന്നത്. എന്നാൽ ദൈവ വചനത്തിനെതിരായ ചിന്താഗതികളെ എൻ്റെ ഉള്ളിൽ നിങ്ങളിൽ സാത്താൻ നിക്ഷേപിച്ചിട്ടുള്ളത് ഞാനും നിങ്ങളും അറിയുന്നില്ല. ദൈവ വചനത്തിന് എതിരായ ചിന്താഗതികളെ ഞാനും നിങ്ങൾ കീഴ്പ്പെടുത്തണം. അതിൽ പ്രധാനപ്പെട്ട പ്രബലമായ ഒരു ചിന്താഗതിയാണ്, ഇതെല്ലാം ഞാൻ ചെയ്തതാണ്, ഇതെല്ലാം ഞാനാണ് വളർത്തിയെടുത്തത്, ഈ മക്കളെല്ലാം ഞാനാണ് പഠിപ്പിച്ചത്, ഈ സ്ഥാപനങ്ങളെല്ലാം ഞാനാണ് കെട്ടിപ്പടുത്ത് ഉയർത്തിയത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ചിന്താഗതിയെ ഞാനും നിങ്ങളും കീഴ്പ്പെടുത്തണം. അപ്പോസ്തലനായ പൗലോസ് നമുക്ക് ഇതിനൊരു മാതൃക നൽകുന്നുണ്ട്. അദ്ദേഹം ഒരു ആയുസ് മുഴുവൻ അധ്വാനിച്ചു. അദ്ദേഹം മറ്റാരേക്കാൾ അധികമായി ജോലി ചെയ്തു. അദ്ദേഹം സർവ്വ കാര്യങ്ങളും ചെയ്തു. അദ്ദേഹം എന്നിട്ട് പറഞ്ഞെങ്ങനെയാണ്? ഞാനല്ല, എന്നിൽ പ്രവർത്തിക്കുന്ന ദൈവകൃപയാണ് അധ്വാനിച്ചത്. ഞാനല്ല അധ്വാനിച്ചത്. ഞാൻ പാപികളിൽ ഒന്നാമനാണ്. ഞാൻ കർത്താവിനെ ഒറ്റിക്കൊടുത്തവനാണ്. ഞാൻ അവിടുത്തെ സഭയെ പീഡിപ്പിച്ചവനാണ്. ഞാനല്ല, എന്നിൽ പ്രവർത്തിക്കുന്ന ദൈവകൃപയാണ് അധ്വാനിച്ചത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ സമയം നമുക്ക് എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധ കുർബാന വെച്ച് നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. യേശയ്യായുടെ പുസ്തകം 2-ാം അധ്യായം 11-ാം തിരുലിഖിതം. മനുഷ്യൻ്റെ അഹന്ത തല താഴ്ത്തും, അഹങ്കാരികളെ എളിമപ്പെടുത്തും. കർത്താവ് മാത്രം ആ ദിനത്തിൽ ഉയർന്നു നിൽക്കും. മനുഷ്യൻ്റെ അഹന്ത തല താഴ്ത്തും, അഹങ്കാരികൾ എളിമപ്പെടുത്തപ്പെടും. കർത്താവ് മാത്രം ആ ദിനത്തിൽ ഉയർന്നു നിൽക്കും. യേശയ്യ 2-ാം അധ്യായം 17-ാം തിരുലിഖിതം. മനുഷ്യൻ്റെ അഹങ്കാരത്തിന് അറുതി വരും, ഗർവിഷ്ഠൻ വിനീതനാക്കപ്പെടും. അന്ന് കർത്താവ് മാത്രം ഉയർന്നു നിൽക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിന് അർഹതപ്പെട്ട മഹത്വം നമ്മൾ കൊടുക്കാതെ നമ്മുടെ ജീവിതത്തിൽ നെഗളിക്കുക, നെഗളിക്കുക, അഹംഭാവത്തോടെ നടക്കുക, തന്നിഷ്ടത്തിന് നീങ്ങുക, ദൈവഭയം നഷ്ടപ്പെടുത്തി ജീവിക്കുക. ഇങ്ങനെയുള്ള അവസ്ഥകളിലേക്ക് നാം വഴുതി വീണിട്ടുണ്ടോ? യേശയ്യ 29-24 പറയിപ്പിക്കുന്നു, തെറ്റിലേക്ക് വഴുതിപ്പോയവർ നീതിമാന്മാരുടെ വിവേകത്തിലേക്ക് തിരിച്ചു വരും. പിറുപിറുത്തിരുന്നവർ ഉപദേശത്തെ സ്വീകരിക്കും. 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. ഈശോയെ നോക്കിയിട്ട് പറയാം, ഈശോയെ, ഞാനല്ല, അങ്ങയുടെ കൃപയാണ് പ്രവർത്തിക്കുന്നത്. ഞാനല്ല, അങ്ങാണ് എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്നത്. എനിക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നത് അങ്ങ് തന്നെയാണ്. 2 കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു മാത്രം എൻ്റെ ദൈവം. എൻ്റെ യേശു എൻ്റെ കർത്താവ്. കാലഘട്ടത്തിനഭിഷേകം നിറഞ്ഞിടാൻ
അധികമാമളവിൽ അഭിഷേകം പകരണമേ. നിറയട്ടെ എന്നിൽ കവിയട്ടെ, എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. നിറയട്ടെ എന്നിൽ കവിയട്ടെ, എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം.